വിദേശത്ത് പഠിച്ചു വരുന്ന MBBS വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ വഴിയാധാരമായി നടക്കുന്നു. വളരെ ഷോക്കിംഗ് ആയ ന്യൂസുകളാണ് വരുന്നത്. കേരളത്തിലും ഇന്ത്യയിലും MBBS നാഷണൽ ടെസ്റ്റ് എഴുതി കിട്ടാതെ വരുന്ന പല കുട്ടികളും ആ മോഹം അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ ബാങ്കിൽ നിന്ന് ലോണും വീട് വിറ്റുമൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി MBBS പാസ്സാകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ധാരാളം കുട്ടികൾ ഇവിടെ എലിജിബിലിറ്റി ഇല്ലാതെ വരുമ്പം ടെസ്റ്റ് എഴുതി പാസ്സാകാതെ വരുമ്പം അവർ വിദേശങ്ങളിൽ പോകും. ജനറൽ MBBSും BDSും ഒക്കെ പാസ്സായി അവർ മടങ്ങി വരും. പക്ഷേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പ് ഒരു 1 ഇയർ. അതൊരു എക്സാമിനേഷനാണ്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനാണ്. മെഡിക്കൽ എൻക്ലേവ് അല്ലെങ്കിൽ മെഡിക്കൽ എൻക്ലേവ് മഹാത്മാഗാന്ധി റോഡിലുള്ള അവർ നടത്തുന്നതാണ്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആ സൈറ്റിൽ കയറിയാൽ നമുക്കറിയാം. അവിടെ ഫീസ് അടയ്ക്കണം. ഫോറിൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഒരു പരീക്ഷ ഫേസ് ചെയ്യണം. അതിലൊരു 30% ആൾക്കാരെ പാസ്സാക്കുള്ളൂ. 50% പാസ്സാകാം. പക്ഷേ ഇവിടെ പാസ്സായി വരുന്നവർ പലരും അവിടെ ഫീസ് അടച്ചിട്ട് വളരെ ഹെവി ഫീസ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അടയ്ക്കണം. അത് അടച്ച ശേഷം മാത്രം അവർക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങാം. പക്ഷേ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ആ സ്ക്രീനിങ് ടെസ്റ്റ് പലരും പാസ്സാവില്ല, അല്ലെങ്കിൽ പലരെയും പാസ്സാക്കത്തില്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ടതെന്നാണ് മെഡിക്കൽ ആക്ട് 2002 പറയുന്നത്. 1956 മുതൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആക്ട് ഉണ്ട്. 2002 ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ MBBS പാസ്സാകുന്നവർ, വിദേശത്ത് പാസ്സാകുന്നവർക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഇവിടെ നടത്തുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ സൈറ്റിൽ നമുക്ക് കയറിയാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ കിട്ടും. ക്വാളിഫിക്കേഷൻ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ FMGE സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. FMGE അത് ഡൽഹി രജിസ്റ്റർ ചെയ്യണം. അതിന് ഫീസ് കൊടുക്കണം. വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന പലരും ചൈനയിൽ, റഷ്യയിൽ, ചെക്കസ്ലോവാക്യ, പോളണ്ട്, യൂറോപ്യൻ കൺട്രികളിൽ പല സ്ഥലത്തും ചെറിയ ചെറിയ രാജ്യങ്ങളിൽ വലിയ ഫീസില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് MBBS അവിടെ പോയി പാസ്സാകാം. പക്ഷേ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അവരുടെ ഒരു പരീക്ഷ പാസ്സാകണം. അത് പാസ്സായെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ 2002 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കി വരുന്നു. ഡൽഹി പോയി MBBS പാസ്സായ പല കുട്ടികളും അവിടെ തമ്പയറടിച്ച് അവിടെ ടെസ്റ്റ് എഴുതാനായിട്ട് ശ്രമിക്കുന്നു. കടം വാങ്ങിച്ച് അവിടെ പോയി ടെസ്റ്റ് എഴുതുന്നു. 10, 12, 20 പ്രാവശ്യം എഴുതിയവരുണ്ട് പാസ്സാകാത്തവർ. അവരെ +2 കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങിച്ചു. ഇവിടുത്തെ ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതി കിട്ടിയില്ല. അവിടെ നമുക്ക് ലിമിറ്റഡ് സീറ്റല്ലേ ഓൾ ഇന്ത്യ ടെസ്റ്റിലുള്ളൂ. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ത്യയിൽ ഇത് എഴുതുന്നത്. കേരളത്തിലുള്ള ഒരുവിധം വിദ്യാഭ്യാസമുള്ള വീടുകളിലെ കുട്ടികളെല്ലാം MBBSനും എൻജിനീയറിങ്ങിനും ഒക്കെയാണല്ലോ പോകുന്നത്. ഇവിടെ അവർ നാഷണൽ ടെസ്റ്റ് എഴുതി കിട്ടാതെ വരുമ്പം ഒരു 10% പേർക്കെങ്കിലും ഇവിടെ കിട്ടും. ബാക്കി മുഴുവൻ ആൾക്കാരും വിദേശത്ത് പോയി പഠിക്കുകയാണ്. അത് വലിയ മോഹത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ചൈനയിലും റഷ്യയിലും ഞാൻ കുറേ പേരെ കണ്ടിരിക്കുന്നു. അവരെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റ് അവിടെ എഴുതി പാസ്സാകാതെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ 8-10 വർഷമായിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന കാഴ്ചയാണ്. മാനസികമായി വലിയ പ്രശ്നമുണ്ട്. വളരെയധികം കുട്ടികൾ MBBSന് പോയി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യയിലേറ്റും പോയി. ആ ടെസ്റ്റ് എഴുതി 50 വയസ്സ് കഴിഞ്ഞവരും ടെസ്റ്റ് എഴുതിയവരുണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്ത് പലരും നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് ഇത് പറയാൻ പറ്റും. നമുക്ക് എന്താണ് ഇതിനൊരു പ്രതിവിധി? എത്രയോ ലക്ഷക്കണക്കിന് ഇന്ത്യയിൽ ഇപ്പം കുട്ടികൾ വിദേശത്ത് പഠിച്ച MBBSകാരുണ്ട്. അവർക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ നമുക്കിവിടെ ഉണ്ട്.
മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓർ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആക്ടിൻ്റെ അകത്ത്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. കേരളത്തിലെ മെഡിക്കൽ ഡയറക്ടറുണ്ട്, ഹെൽത്ത് ഡയറക്ടറുണ്ട്, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഹെൽത്തിൻ്റെ ആളുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, ഇവിടെ ആരോഗ്യമന്ത്രിയുണ്ട്, നമുക്ക് മുഖ്യമന്ത്രിയുണ്ട്. ഇവരൊക്കെ ദയവ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാം. നിയമപരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഒരു വിഷമവുമില്ല. നമ്മുടെ കുട്ടികൾ അത്രയും ഡോക്ടേഴ്സിനെ നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റിലും അവർക്ക് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ നമുക്കത് സംഭാവന ചെയ്യാൻ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. MBBS BDS പാസ്സായി, വിദേശത്ത് നിന്ന് പാസ്സായി ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് അതുങ്ങൾ. അതുകൊണ്ട് നമുക്ക് സ്ക്രീൻ ടെസ്റ്റ് കേരളത്തിൽ നടത്തണം. ഡൽഹിയിലെ വലിയ അഴിമതിയാണെന്നാണ് പലരും പറയുന്നത്. പാസ്സാകത്തില്ല. അവിടെ പലർക്കും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പല ആൾക്കാരും പാസ്സാക്കി തരാം എന്ന് പറഞ്ഞ് പണം വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപ പണം നഷ്ടവരും ധാരാളം പേരുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുണ്ട്. അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം. നമുക്കതിന് പകരം വിദേശത്ത് പോയി പഠിച്ചു വരുന്ന കുട്ടികൾ അവർക്ക് ഡൽഹിയിലെ ടെസ്റ്റ് എഴുതുന്നതിന് പകരം സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു ടെസ്റ്റ് എഴുതി പാസ്സായാൽ മതിയാ എന്നാക്കണം. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു സജഷൻ, വിദേശത്ത് പാസ്സായി വരുന്നവർ ഇവിടുത്തെ കേരളത്തിലെ MBBS ഫൈനൽ ഇയർ കുട്ടികളുടെ ഒപ്പം ഒരു വർഷം പഠിക്കാനുള്ളൊരവസരം അവർക്ക് കൊടുക്കുക. ഈ പ്രശ്നങ്ങളെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഇവിടെ MBBS പാസ്സാകുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊപ്പം വിദേശത്ത് നിന്ന് MBBS കഴിഞ്ഞ് വരുന്നവർ അവിടെ പാസ്സായിട്ട് വരുന്നവരാണ്. അവർക്ക് ഇവരോടൊപ്പം ഒരു വർഷം കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുക്കുക. അതിനുശേഷം അവർ ടെസ്റ്റ് എഴുതിട്ട് MBBSകാരുടെ ഒപ്പം ഇവരും എഴുതട്ടെ. നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടും, അവർ പാസ്സാകുകയും ചെയ്യും. അത് വലിയൊരു മുതൽക്കൂട്ടാണ്. സർക്കാരിന് മെഡിക്കൽ കൗൺസിൽ കൂടെ ഡൽഹി കൊടുക്കുന്ന പണം നമുക്കിവിടെ കിട്ടിയാൽ മതി. ഇവിടുത്തെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആ പൈസ ഇവിടെ റെമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഡിക്കലിൽ നമുക്ക് നല്ലൊരു ശതമാനം മെഡിക്കലിനെ സഹായിക്കത്തക്ക രീതിയിൽ ഫണ്ട് വരും. കോടിക്കണക്കിന് രൂപ നമുക്കിവിടെ ഫണ്ട് വരും. ഇപ്പം പണ്ട് 2002 ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വിദേശത്തു നിന്ന് വരുന്നവരുടെ ടെസ്റ്റ് നടന്നത് 5500 രൂപ എങ്ങാണ്ടായിരുന്നു 2002. ഇപ്പോൾ 50,000 രൂപ എടുത്ത് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ ഇതുപോലെ ടെസ്റ്റ് പാസ്സാകാതെ നിൽക്കുന്നത്. അതുപോലെ വിദേശത്ത് പഠിച്ച് വരുന്നവർ ധാരാളം പേരും വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, വേറൊരു പണിക്കും പോകാൻ മേല. അവർക്ക് അറിയാവുന്ന ജോലി MBBS പാസ്സായി മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് കഴിയുന്നില്ല. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഗവൺമെൻറ് ഇത് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. ഇത് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നത് ധാരാളം കുട്ടികളെ ഞാൻ കണ്ടു. കാരണം പട്ടിണിയാണ് വീട്ടിൽ, കാരണം പാവങ്ങളാണ്, വലിയ സ്വത്തൊന്നുമില്ല. ഈ MBBS ഡോക്ടറാണോ എന്ന് മാതാപിതാക്കൾക്കുള്ള മോഹം, അതുങ്ങളുടെ മോഹം. അതുകൊണ്ട് പലരെയും നിന്നും കടം വാങ്ങിച്ചും ബാങ്കിലെ ലോൺ എടുത്തും 5 സെൻറ്റും 3 സെൻറ്റും പണയപ്പെടുത്തി ലോൺ എടുത്തും വിദേശത്ത് പോയി പഠിച്ചു വരുന്നവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വലിയ ഒരു തീരാ നഷ്ടമാണ് ആ കുട്ടികൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിവുള്ള കുട്ടികൾ ധാരാളം ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അതിന് പകരം സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുണ്ട്. അതൊരു ആക്റ്റാണ്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും, പ്രൈവറ്റും ഗവൺമെൻറ്റും മെഡിക്കൽ കോളേജുകളിൽ ഈ കുട്ടികൾ അവർ 5ാം വർഷം പാസ്സാകുന്ന അല്ലെങ്കിൽ 5ാം വർഷത്തെ പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് 5th ഇയറിൽ വരുന്ന MBBS സ്റ്റുഡൻറ്റിനൊപ്പം നമുക്ക് അവർ ഒരു വർഷം കൂടെ പഠിക്കണമെന്നല്ലേ ഉള്ളൂ. തെണ്ടിത്തിരിഞ്ഞ് നടക്കണ്ടല്ലോ. വിദേശത്ത് നിന്ന് പാസ്സായി വരുന്നവർ, അവിടെ 5 വർഷത്തെ കോഴ്സ് പാസ്സായി MBBSൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നവർ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, പ്രൈവറ്റും അതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അവസാന വർഷത്തെ വിദ്യാർത്ഥികളുടെ ഒപ്പം ഒരു വർഷം ഇവിടെ പഠിപ്പിച്ചോളൂ. അവർ തയ്യാറാണ്. കാരണം എത്രയോ വർഷം കൊണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ആ ഒരു വർഷം അതുങ്ങളിവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾ ഇവിടുത്തെ MBBS സ്റ്റുഡൻസിൻ്റെ ഒപ്പം ആ കുട്ടികളും പരീക്ഷ എഴുതട്ടെ, പരീക്ഷ എഴുതി പാസ്സാകട്ടെ. അതിനുള്ള കുട്ടികൾ ധാരാളമുണ്ട്. ആ കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് ഉപയോഗിക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നമുക്ക് കുട്ടികളെ സംഭാവന ചെയ്യാം.
കാരണം നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിന് അധികാരം ഒന്നും കവർന്നെടുക്കുന്നില്ല. കാരണം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓർ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആരും വിനിയോഗിക്കുന്നില്ല. സെൻട്രലിൽ അതങ്ങ് നടത്തുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ ജോലിയില്ലാതെ MBBS വിദേശ സർട്ടിഫിക്കറ്റും കൈവച്ച് വീട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഗവൺമെൻറ്, ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഹെൽത്ത് ഡയറക്ടർ ശ്രദ്ധിക്കണം. ഈ എല്ലാ കുട്ടികളെയും ഇവിടുത്തെ ഫൈനൽ ഇയർ MBBSൻ്റെ ഒപ്പം ഒരു വർഷം അവിടുന്ന് പാസ്സായി വരുന്ന കുട്ടികൾ പഠിക്കട്ടെ, അവരുടെ ഒപ്പം പരീക്ഷ എഴുതട്ടെ. ഇവിടെ പാസ്സായിട്ടുണ്ട്, അവർ ഡോക്ടർമാരായി അവർ പുറത്തേക്ക് വരട്ടെ. അങ്ങനെ ഒരു സംവിധാനത്തെപ്പറ്റി ചിന്തിക്കണം. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.